ജെയിൻ, ഗുഡ് മോർണിംഗ്. പരുന്തുംപാറ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അത് മാതൃഭൂമി ന്യൂസിലൂടെ പുറത്തുവിടുന്നുണ്ട് നമ്മൾ. ഇതിപ്പോൾ റവന്യൂ വകുപ്പിനെതിരെ CPM മുന്നിലേക്ക് വരികയാണ്. കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് കർശന നടപടി സ്വീകരിക്കുമെന്ന് ഓരോ തവണയും റവന്യൂ വകുപ്പ് പറയുമ്പോഴാണ് എന്തുകൊണ്ട് റവന്യൂ വകുപ്പ് ഈ രീതിയിൽ ഇടപെടുന്നു തുടങ്ങി ഗുരുതരമായ ആരോപണങ്ങളുമായി CPM മുന്നിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് CPM ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. കടുത്ത വിമർശനമാണ് CPM ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് റവന്യൂ ഉദ്യോഗസ്ഥരുടെ സഹായവും ഒത്താശയോടും കൂടിയിട്ടാണ് ഇടുക്കി ജില്ലയിലെ കയ്യേറ്റങ്ങൾ മുഴുവൻ നടക്കുന്നത് എന്നതാണ് CPMന്റെ ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് പരുന്തുംപാറയിലും അതോടൊപ്പം തന്നെ ചുക്രമുടിയിലും നടന്ന കയ്യേറ്റങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് CPM അത്തരം ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് അവിടെ സ്ഥാപിച്ച ഒരു കുരിശ് അത് റവന്യൂ ഉദ്യോഗസ്ഥർ പൊളിച്ചു നീക്കിയത്. ഏതാണ്ട് 20 അടി ഉയരം വലുപ്പമുള്ള കുരിശാണ് പൊളിച്ചു നീക്കിയത്. സ്വാഭാവികമായും ഈ കുരിശ് അവിടെ സ്ഥാപിച്ചപ്പോൾ ഈ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ എന്ന ഒരു ചോദ്യമാണ് CPM ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ പല കയ്യേറ്റങ്ങളും അതിന്റെ അവസാന ഘട്ടത്തിൽ മാത്രമാണ് റവന്യൂ ഉദ്യോഗസ്ഥർ ഇടപെടുന്നത്. പലതും വാർത്ത വന്നതിന് ശേഷം മാത്രമാണ് റവന്യൂ ഉദ്യോഗസ്ഥർ അതുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കയ്യേറ്റങ്ങൾക്കൊക്കെ ഈ റവന്യൂ ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തമുണ്ട് എന്നൊരു ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ CPM മറ്റൊരു നിലപാട് കൂടി സ്വീകരിക്കുന്നുണ്ട്. അത് പരുന്തുംപാറയിലെ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നടപടികളും നിയന്ത്രണങ്ങളും അതിനെതിരെ കടുത്ത വിമർശനവും എതിർപ്പും CPM ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മഞ്ചുമല, വാഗമൺ വില്ലേജുകളിലായി ഏതാണ്ട് 7 സർവേ നമ്പറുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെ അതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് ഈ 2 വില്ലേജുകളിലും മഞ്ചുമലയിലും പീരുമേട്ടിലും നിർമ്മാണ സാമഗ്രികൾ നടത്തുന്നതിനും അവിടെ നിർമ്മാണങ്ങൾ നടത്തുന്നതിന് റവന്യൂ വകുപ്പിന്റെ NOC വേണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ നിബന്ധനകളും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇതിനോട് CPM വിയോജിക്കുകയാണ്. ഇത്തരം നിയന്ത്രണങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിതത്തെ ബാധിക്കും എന്ന വിമർശനമാണ് CPM ഉന്നയിക്കുന്നത്. ലൈഫ് ഭവന പദ്ധതി ഉൾപ്പെടെ മാർച്ച് മാസത്തിൽ പൂർത്തിയാവുകയാണ്, അല്ലെങ്കിൽ അതിന്റെ കാലാവധി കഴിയുകയാണ്. സ്വാഭാവികമായും അത്തരം നിർമ്മാണങ്ങളെ കൂടി പ്രതികൂലമായി ബാധിക്കുന്ന ഒരു നടപടിയാണ്. ജില്ലാ ഭരണകൂടം ജനങ്ങളെ ഭീതിയിലാക്കുന്നു എന്ന ഒരു വിമർശനമാണ് CPM മുന്നോട്ട് വയ്ക്കുന്നത്. പൂജ.